ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ വിശുദ്ധ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുമായി ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഈ വയ്യ വേളയിൽ കർത്താവിന്റെ സന്നിധിയിലോട്ട് ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ വിട്ട് കടന്നുപോയി സംഭവവികലമായ പല കാര്യങ്ങളും ഞങ്ങളുടെ ലോകത്ത് സംഭവിച്ചപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രിയ ടീച്ചേഴ്സിനെയും ഞങ്ങളുടെ പേരൻസിനെയും എല്ലാം ഞങ്ങളുടെ പാസ്റ്റേയും ഞങ്ങളുടെ സഭ മൊത്തമാകെ കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു സംരക്ഷണം തന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കർത്താവെ ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ സ്കൂളായിട്ട് ഇങ്ങനെ കൂടുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിന് ഒരു വിടുതലായി തീരട്ടെ. അവരുടെ മുന്നോട്ടുള്ള ഭാവിക്ക് അനുഗ്രഹമായി തീരട്ടെ. അവരായിരിക്കുന്ന മേഖലയില് മുന്നോട്ടുള്ള പഠനത്തില് ജോലിയിലൊക്കെയും അത് അവരുടെ ജീവിതത്തെ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ കാരണമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പാസ്റ്റർ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഹിതത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. കർത്താവിന്റെ ഇഷ്ടമാവണ്ണം ജീപ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ പ്രോഗ്രാമും അവർ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുവാൻ, അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, അത് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിനും അടിസ്ഥാനമായി തീരുവാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഭയായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ നീ വളർത്തണമേ, അതിന് വിശാലത കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു ലോകത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഒരു മുടക്കം വരാതെ സൺഡേ സ്കൂൾ അനുഗ്രഹമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങൾ ലോകത്ത് എവിടെ എത്തിയാലും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജനം യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് കർത്താവിന്റെ നാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന വലിയേറിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ടീച്ചേഴ്സിനെയും സഭാജനത്തെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ എല്ലാവരും തന്നെ ക്യാമറ ഓൺ ആക്കണം എന്ന എല്ലാ പ്രാർത്ഥനയിലും പറയേണ്ടി വരുന്നത് കൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. കാരണം നമുക്ക് എല്ലാ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഖേദകരമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അക്കാര്യത്തിൽ സഹകരിക്കണം എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തുടർന്നുള്ള ആരാധന ലീഡ് ചെയ്യാനായിട്ട് ജായറസിനെയും ജസ്റ്റിസിനെയും ക്ഷണിക്കുന്നു. സ്തോത്രം. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, ആഹാരം ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇങ്ങണമേ,
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ. മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കണ്ടു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം കാണുന്നു, മഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. He gave his life for me, he never knew. He is my everything, breath and snow. Honey in the road, sweet honey in the road, Jesus tastes like honey in the road. Taste and see that the Lord is good. Pure he tastes like honey in the road. Oh, taste and see that the Lord is good. Oh, he tastes like honey in the road. Hallelujah. അനുഗ്രഹിക്കുന്ന രീതി കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ
തുടർന്ന് നാം ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാരംഭമായിട്ട് പ്രിയമകൾ സിന്ധു ദൈവസന്നിധി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ആയുവിന് ശാരീരികമായ ഒരു പ്രയാസം വന്നു. കഴിഞ്ഞ ദിവസം ഒരു മൈനർ ഓപ്പറേഷൻ സർജറിക്ക് ഇതിലെ വിധേയ പ്രിയ മകനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ മകൾ സിന്ധു സാബുദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Sodram ഞങ്ങൾ വേണം സൺഡേ പ്രോഗ്രാമായി കടന്നു വയ്ക്കുന്ന പ്രോഗ്രാമൊക്കെ ഏറ്റവും അനങ്ങമാത്തിനൊക്കെ അങ്ങടെയാക്കണമെന്ന് പ്രാദേശിക കോവിഡ് കാലത്ത് തന്നെ ഞങ്ങൾ ഹൈകുംബാനങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അങ്ങനത്തെ സൺഡേ സ്കൂളുകളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്നേഹനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന യോഗാസ്തൊന്നും തന്നെ അവർക്ക് ആർക്കും കടന്നു പിടിക്കാതെ നീ കാത്തിപ്പ് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയുഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന അനുസരിച്ച് അനുമതിയിലാണ് കങ്ങടെയാക്കുന്ന സൂത്രനേഷനെ പൂർണ്ണമാരുടെ പ്രാർത്ഥിച്ച അനുഗേമ ഞങ്ങൾ സൺഡേ ക്ലാസ് കുട്ടികളെ എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചമേനെ അനുഗേമ പസംഗം ബലപ്പെടുന്ന പ്രാർത്ഥന നേടിയെടുക്കുന്ന കുട്ടികളെ പ്രോഗ്രാംസ് ഏറ്റെടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചനുഗേമമായ ഒരു ഏറ്റെടുത്ത പ്രോഗ്രാംസ് ഒക്കെ നല്ല അനുഗേമമായി ചെയ്തെടുക്കാൻ കങ്ങടെയാക്കണമെന്ന് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ സംസാരിക്കണമെന്ന് പ്രാർത്ഥന എല്ലാ പ്രോഗ്രാം ഞങ്ങൾ അനേകമായി തിരഞ്ഞെടുക്കാൻ നീടിയാക്കണമെന്ന് പ്രാർത്ഥന കൂടെ ആദ്യം തോളം കൈയെടുത്ത് നടത്തണമെന്ന് പ്രാർത്ഥന നഷ്ടനെ ആമേൻ. ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അടുത്ത സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പേര് നൽകിയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രിയ മകന് സുഖമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ലല്ലോ. സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഈ സൺഡേ സ്കൂളിന്റെ ശനിയാഴ്ച ഉള്ളങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമായി തീരുന്നതിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഈ മീറ്റിംഗിൽ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ആത്മീയ നേർപാതയിൽ നടത്തുവാൻ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ സമയത്ത് നമുക്ക് ഒരു വിഷയത്തിനൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വർഷം +2 പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നല്ല റിസൾട്ട് കർത്താവ് നൽകുമാറാകട്ടെ. അലക്സും അതുപോലെ നമ്മുടെ അഭിഷേകും ഒക്കെ +2 ഈ വർഷം സൺഡേ സ്കൂളിൽ നിന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആർക്കും പ്രയാസങ്ങള് അല്ലെങ്കിൽ റിസൾട്ടിൽ പ്രയാസം ഉണ്ടാകാതെ എക്സാം എഴുതാതെ പോലെ തന്നെ അവർക്ക് നല്ല റിസൾട്ട് കർത്താവ് നൽകി. അതിനായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ടീച്ചേഴ്സ് അല്ലാത്തവരിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയ മിനി ആന്റിക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് LKG മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ വർഷം ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രിയ മിനി ആന്റി മൈക്ക് ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതായി. സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു ശനിയാഴ്ച കൂടി കർത്താവെ അങ്ങ് കുഞ്ഞുങ്ങളുടെ കൂടി വരുവാൻ കർത്താവെ അങ്ങ് വഴിയൊരുക്കി, ഞങ്ങളുടെ സഭയായി വഴിയൊരുക്കിയല്ലോ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവെ. ദൈവഭയത്തോടെ ദൈവ പൈതലുകളായി വളരുവാനും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാനും തക്കവണ്ണമുള്ള കൃപയും ജ്ഞാനവും പരിജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃക്കരം നീട്ടിയവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ജ്ഞാനമുള്ള പൈതലുകളായി വളരുവാൻ സർവജ്ഞാനിയായ യഹോവേ കർത്താവെ, സലോമോന് കൊടുക്കാൻ ജ്ഞാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഈ പാപമറ്റ ലോകത്ത് പാപമുള്ള ലോകത്തിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. വരുവാനുള്ള ഇരുണ്ട ലോകത്തിലും ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ
കർത്താവെ അനേക നാളുകളായി സ്കൂളിലേക്കൊന്ന് കടന്നു പോകുവാൻ ഇടയായി എന്റെ കർത്താവെ. എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു കർത്താവെ. കർത്താവെ അവർക്ക് ആവശ്യമായ ജ്ഞാനത്തെയും അവരുടെ പഠിപ്പാനുള്ള ബുദ്ധിയെയും പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹമായിരുന്ന കർത്താവെ സ്തോത്രം പ്രയോജനമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. അവർ പഠിക്കുമ്പോഴും അങ്ങയുടെ വചനങ്ങൾ പഠിക്കാനുള്ള കൃപയെ കൊടുക്കണമേ. ഹല്ലേലൂയ. വചനത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഈ ലോകത്തിൻ്റെതായ കർത്താവെ പകർച്ചവ്യാധിയിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിച്ച് നടത്തുമാറാകണമേ. തൊടുവാൻ ഇടയാക്കരുത് കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങ് സേവിക്കുന്ന മക്കളും സേവിക്കാത്ത മക്കളും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തോളിൽ നിന്ന് തൃക്കരം നീട്ടിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ അവരുടെ കർത്താവെ പ്രത്യേകിച്ച് +2 എഴുതുന്ന അലക്സിനായും കർത്താവ് വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. വലിയൊരു വിജയത്തെ ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം അങ്ങനെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും കർത്താവെ എന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ എന്റെ കൽപ്പന അനുസരിക്കുന്നവനെ 1000 തലമുറയിലേക്ക് ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്ത വചനം ഞങ്ങൾ ഓർക്കുന്നു. അപ്പറ്റ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തൃക്കരം നീട്ടി വലിയൊരു വിടുതൽ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു കർത്താവെ സ്തോത്രം കർത്താവെ അവിടെ പഠിക്കാനുള്ള ആ വലിയ ബുദ്ധി കർത്താവെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ റിസൾട്ട് അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ LKG നിന്നും കോളേജ് തലം വരെ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ അവരുടെ പഠിത്ത കാര്യങ്ങളിലെല്ലാം അങ്ങയുടെ കരം കൂടെ ഉണ്ടാകണം കർത്താവെ. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം അവർക്ക് ആവശ്യമായ ജ്ഞാനത്തെ കൊടുക്കാൻ അവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഗൃഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനും കുടുംബത്തിനായി ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ ഞങ്ങളുടെ സഭയ്ക്കിനെയും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേൾക്കുന്നു നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് ഇത്രത്തോളം ദൈവം സഹായിച്ചു. തുടർന്നും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിച്ചാൻ തുടർന്നുള്ള സങ്കീർത്തന പ്രബോധനമൊക്കെയും അനുഗ്രഹമായി തീരുവാൻ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മകൾ ഡോർത്തി ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഡോർത്തി എബ്രഹാം. സ്തോത്രം. മോളെ കേൾക്കാമോ? സൗണ്ട് വരുന്നില്ല ഇവിടെ. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല ഇല്ല. കേൾക്കാമോ? സ്തോത്രം. പ്രിയ മകള് പ്രാർത്ഥിക്കുന്നത് ഇവിടെ കേൾക്കാൻ കഴിയുന്നില്ല. സൗണ്ടിന്റെ പ്രയാസമുണ്ട്. സ്തോത്രം. പിന്നെ സൗണ്ട് ശരിയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. ഇപ്പോഴേ സങ്കീർത്തനം വായിക്കാനായിട്ട് സാം റീഡിംഗ് ആശിഷ് തോഷ്
15-ാം സങ്കീർത്തനം സാം 15 പ്രിയ മകൻ ആശിഷ് ദൈവസന്നിധിയിൽ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്ത് വായിക്കുന്നത്. Praise the Lord. Psalms 15. Lord, who made you in your sacred tent? Who may live on your holy mountain? The one whose way of his life is blameless, who does what is righteous, who speaks the truth from their heart, whose tongue utters no slur, who does not wrong to a neighbor at God's, who despises a real person but honors those who fear the Lord, who keeps a earth even when it hurts and does not change their mind, who leads money to the poor without interest, who does not accept a bribe against the innocent. Whoever does these things will never be shaken. Psalms 15 fully. Amen. പ്രൈസ് ദി ലോർഡ്. വളരെ നന്നായിട്ട് സങ്കീർത്തനം വായിപ്പാൻ പ്രിയ മകനെ സഹായിച്ചുവല്ലോ. പ്രിയ ആശിഷിനെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. സോങ് ബൈ ജെഫ്രി മാത്യു. Praise the Lord. നിൻ സ്നേഹം മാധുര്യം ആധുവാവനാനീയം പാപമരണമേ ചെന്നിൽ പുതുജീവൻ നൽകിയോൻ. നിൻ സ്നേഹം മാധുര്യം ആധുവാവനാനീയം പാപമരണമേ ചെന്നിൽ പുതുജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ, എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ, എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവദായകൻ നിത്യജീവൻ നൽകിയോ. എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവദായകൻ നിത്യജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ, ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്ത
പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല ഒരു പാട്ടാണ് പ്രിയ മകൻ പാടിയത്. കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെ പല വിധങ്ങളിൽ കർത്താവ് നന്നായി ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ജെഫ്രി ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. തുടർന്ന് സങ്കീർത്തന പ്രബോധനത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നാം ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മകൻ പെൻഡോ സ്തോത്രം ക്യാമറ ഓൺ ചെയ്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം ചേട്ടാ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കളവത്സല്യമായി സ്നേഹിക്കുന്ന ശ്രീപിതാ നിലവിൽ കർത്താവിന്റെ സന്ധ്യാസമയം പ്ലാറ്റ്ഫോം വഴി അവിടെ നാമത്തെ മോശപ്പെടുത്തുക. അങ്ങനെ ഒരിക്കൽ സന്ധ്യാസമയത്ത് ഒരു വിശുദ്ധി കർത്താവ് സ്തോത്രം കർത്താവെ സന്യായിക്കും കർത്താവിലെ സ്തോത്രം ആവശ്യമായ പ്രബോധനങ്ങൾക്ക് നൽകും കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം അങ്ങടെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രബോധിക്കണം. അങ്ങനെ പൈതലെ കർത്താവ് കൽപ്പിച്ചിരിക്കും കർത്താവെ. ആവശ്യമായ പരിശുദ്ധാത്മാരെ അഭിഷേകത്തെ നിറച്ച് കർത്താവെ അനുഗ്രഹിക്കും കർത്താവെ. ആവശ്യമായ ദൈവജ്ഞാനത്തെ കർത്താവ് നിറച്ച് ഹല്ലേലൂയ സ്തോത്രം സഹായം കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം അങ്ങയുടെ വചനം വായിക്കും. അങ്ങയുടെ വചനത്തിൽ കർത്താവ് പ്രബോധിക്കും. ആവശ്യമായ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ പരിശുദ്ധാത്മ അഭിഷേകത്തെ നിറച്ച് അങ്ങയുടെ പൈതലെ കർത്താവ് അനുഗ്രഹിക്കും കർത്താവ്. ഈ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രായോഗികപ്പെടുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ സ്തോത്രം ഉപയോഗപ്പെടുക കർത്താവ് കൃപ ചെയ്യും കർത്താവെ. മീറ്റിംഗ് വന്നിരിക്കുന്ന എല്ലാ മക്കളെ ദേവദാസന്മാരെ മുറ്റുമായി സമർപ്പിച്ച് അനുഗ്രഹിച്ച് കർത്താവ് ശക്തിയിരിച്ച് അവരെ ബലപ്പെടും കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം പുതുപുത്തൻ ബലത്താൽ പുതിയ അഭിഷേകത്തെ നരച്ചങ്ങളെ അനുഗ്രഹിക്കുന്ന സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാമാരിയുടെ കാലത്ത് കർത്താവ് ജീവപ്രദേശമായ എല്ലാ അങ്ങയുടെ കൃപയായ ഞങ്ങൾ നരച്ചങ്ങളെ അനുഗ്രഹത്തെ സഹായം കർത്താവ്. നമുക്ക് രോഗമാശ്വസ്തം ഒന്നും ഒരിടത്ത് ക്ഷേമത്തോടെ ഞങ്ങളെ നടത്തുമാർത്ത മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച എത്രത്തോളം പ്രാർത്ഥിക്കുന്ന സ്തോത്രം എല്ലാ മാനമോഹത്വം കൊടുക്കുമാർത്തല്ല ഞങ്ങളുടെ ജീവൻ അർപ്പിച്ച കൃഷ്ണന്റെ ധന്യങ്ങളെ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് നമുക്ക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് ഇങ്ങനെ കൂടുവാൻ കർത്താവ് നല്ല അവകാശം ഒരുക്കുന്നു. അവരുടെ പലതരത്തിലുള്ളതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ഈ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുന്നു എന്ന് കാണുന്നതിലും കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. നമ്മുടെ ചർച്ചിലുള്ള സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന കത്തുദാസന്മാർ സ്തോത്രം പ്രത്യേക ഈ വൈകിട്ടത്തെ യൂത്ത് മീറ്റിംഗിൽ സൺഡേ സ്കൂളിന്റെ മീറ്റിങ്ങുകളിൽ വചന സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രിയ ആശിഷ് സൗമേൽ വചന സന്ദേശം നൽകി. ഇന്ന് കർത്താവിന്റെ ദാസൻ സാബു പാസ്റ്റർ വചന സന്ദേശം നൽകും. വരുന്ന ആഴ്ച ഞാൻ പ്രിയ നമ്മുടെ മാതുസ്റ്റാനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സഭയിലുള്ള ഓരോ ദൈവദാസന്മാരെയും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കർത്താവ് ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം ഈ കോവിഡിൻ്റെതായ പ്രയാസങ്ങള് പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും അധികമായിട്ട് ദൈവത്തോട് അടുക്കുവാനും കൂട്ടായ്മകൾ കൂടുവാനും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൂടെ സാധിക്കുന്നു എന്നതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കർത്താവിനെ മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ സങ്കീർത്തനം നാം ഇവിടെ വായിച്ചു. 15-ാം സങ്കീർത്തനമാണ് ദിവസങ്ങളിൽ വായിച്ചത്. സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നത് പ്രിയ നമ്മുടെ അഭിഷേക് ജോൺസൺ ആണ്. സ്തോത്രം. പ്രിയ മകനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സങ്കീർത്തനത്തിൽ നിന്നും പ്രിയ മകൻ അഭിഷേക് നമ്മോട് സംസാരിക്കും. പ്രിയ മകനെ അതിനായി ക്ഷണിക്കുന്നു. Praise the Lord. Greetings to you all in the precious name of Jesus Christ. I thank God for bringing us all together tonight. Say Psalm. I'd like to say a few words from the Psalms that was being read. Psalm 15 was written by King David, and the King David starts the psalm by asking two questions. That is, who may worship in your holy sanctuary, Lord? Who may enter your presence on your holy hill? As answer to these questions, David gives a few guidelines or certain qualities needed for a person to enter into the presence of God and worship Him in the following words. I would like to say a few of them before you. On the second verse, David says that those who live a blameless life and do what is right, speaking truth from sincere heart. In this word, David says that a person must be blameless and live a righteous life and speak from his or her hearts that all the time.
This is the first thing needed for a person to be to presence God and worship Him in truth and spirit. For all these things, Jesus Christ is perfect example for whom we must look up to and be able to live that. We should live accordingly to how Jesus lived in this world. But we may say that Jesus is Son of God and that He was able to live a perfect life because of that, and we as humans we cannot. But we may not be perfect, but we can still strive to inherit these qualities into our lives and live accordingly. Just as Noah and Job, who were humans but who were able to live righteous and blameless lives. On verse 3, David says that it says about a few behaviors that a person must follow in order to be worthy to enter into the presence of God. He says that we should refuse to gossip or harm our neighbors or speak evil of our friends. David says that we should not gossip, we should not harm our neighbors, and we should not speak evil of our friends. But Jesus in Matthew chapter 5, verse 22, Jesus says that we should not even think in our minds about to harm our neighbors. We should not be angry at our neighbors. We should not curse our neighbors. If we do so, we are subjected to judgment and to fires of hell. And on the following verse of Matthew chapter 5, verse 44, Jesus says that we should not only love our neighbors, but we should love our enemies too, the same way we love our neighbors. And these are a few things that we should do to be worthy to enter into the presence of God and to worship Him. And I would like to conclude by saying a few things that Jesus said on Matthew chapter 5. On verse 20, Jesus says that our righteousness must be better than the righteousness of the teachers of the religious laws and the Pharisees, or you will never enter the kingdom of heaven. And the following verse of verse 48, Jesus says that we should try to be perfect just as our Father in heaven is perfect. May God bless us with these words. May God bless us and help us to lead a pleasing life to God. Thank you. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിപ്പാൻ പ്രിയമാനെ സഹായിച്ചു. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല ശത്രുക്കളെയും സ്നേഹിക്കണം, എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിത്തീരാം എന്നതിനെ പറ്റി വളരെ അക്കാഡമിക്കലി തിയോളജിക്കലി വളരെ നന്ദി പ്രിയമകൻ പ്രസന്റ് ചെയ്തു. പ്രിയമകനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായിട്ട് ദൈവം ധാരാളമായി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴ് നമ്മൾ കേട്ട സങ്കീർത്തനം മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പാട്ടാണ്, സോങ് ബൈ ഡേവിസ് ജോർജ്. അതിനായിട്ട് പ്രിയമകനെ ക്ഷണിക്കുന്നു. സ്തോത്രം. Praise the Lord. Lord, I come to you. Let my heart be changed, renewed, flowing from the grace that I found in you. Lord, I've come to know the weaknesses I see in me will be stripped away by the power of your love. Hold me close, let your love surround me. Bring me near, draw me to your side. And as I wait, rise up like an eagle, and I will soar with you. Your spirit takes me on by the power of your love.
Lord, unveil my eyes. Let me see you face to face, the knowledge of love as you live in me. Lord, renew my mind as your will unfold in my life, in living day. By the power of your love, hold me close. Let your love surround me. Bring me near, draw me to your side. And as I wait, rise up like an eagle, and I will soar with you. Your spirit lead me on by the power of your love. And I will soar with you. Your spirit lead me on by the power of your love. Amen. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല ഒരു ഗാനം ദൈവസന്നിധിയിൽ പാടി പ്രിയ മകൻ ഡേവിസിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രിയ മകനെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അവരുടെ മെമ്മറി വേഴ്സസ് ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിക്കും. ഓരോരുത്തർക്കായിട്ട് ദൈവസന്നിധിയിൽ പറയാം. Remember your word, your servant, for you have given me for my comfort in my suffering is this your promise renews my life. The arrogant mock me without restraint, but I do not turn from your love. Psalm 119, verse 49, 50, and 51. Blessed are the who keep his statutes and seek him with all their heart. സ്തോത്രം. അടുത്തായിട്ട് For this son of mine ആരാ പറയുന്നു? അവനെന്റെ നാമം അവനെ പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. സങ്കീർത്തനം 91:14. സ്തോത്രം. ജമീമ പറഞ്ഞോട്ടെ. മോടെ മുഖം കാണത്തില്ല. ജമീമ. For this of mine son was dead, but now he is alive. For he is lost, but now he is found. Praise the Lord. അടുത്ത ആരാണ്? കൊച്ചു കുഞ്ഞുങ്ങൾ ഈ മീറ്റിംഗിലുള്ളതിൽ പറഞ്ഞോട്ടെ. ആസാഫ് പറയുന്നില്ലയോ? ഹാനോക്ക്. സ്തോത്രം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ UK നിന്നും പ്രിയ മറിയാമ്മ ആന്റി ഉണ്ട്. ആന്റി കുഞ്ഞുങ്ങളെ ഓർത്ത് അവരെ ബ്ലസ് ചെയ്ത് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ ആന്റി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ പാതപീഠത്തിലായിരിക്കുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ മഹാമാരിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ജനം ഭീതിയോടെ ആയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന ഹല്ലേലൂയ കർത്താവെ സമാധാനത്തിനായി, സന്തോഷത്തിനായി, ആരോഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവ് ഞങ്ങളെ നിർത്തിയെന്ന് മാത്രം ഓർത്ത് ഹല്ലേലൂയ ഓരോ നിമിഷവും അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇവിടെ ഇടയാക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ ദയ വലിയതാണെന്ന് ഓരോ നിമിഷവും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ ഉള്ളങ്കയിൽ ഓരോ നിമിഷവും ഞങ്ങളെ വഹിച്ചുകൊള്ളുമാറാകണമേ. വിശേഷാൽ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഇന്ന് പകൽ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവ ഭയത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി, ദൈവകൃപയിൽ നിലനിൽക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് സഹായിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മാവിനാൽ കർത്താവെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ പോക്കിൽ വരവിലും ഒക്കെയും ദൈവം സൂക്ഷിക്കുമാറാകണമേ. വല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്, ദുഷ്ടതറിഞ്ഞ ലോകത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അവരുടെ പോക്കിൽ വരവില് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും അവരോട് കൂടെ ഇരുന്ന് അവരെ അത്ഭുതകരമായി വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ശത്രു അവരെ കാണുവാൻ ഇടയാകാതെ അങ്ങയുടെ ചിറകിന്റെ മറവിൽ അവരെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഒരു ദോഷവും തട്ടാതവണ്ണം പരിപാലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവർ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് ഓരോ കുഞ്ഞുങ്ങളും പറയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. അത്യുന്നതിന്റെ മറവിൽ കുഞ്ഞുങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുന്ന വഴികള്, ഞങ്ങൾ ആലോചിക്കുന്ന ഞങ്ങളുടെ ആലോചനകളൊക്കെയും ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവഹിതത്തിന് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ താണിരിപ്പാന് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. എല്ലാ കാവലോടും ദൈവം കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവിന്റെ കൃപയിൽ അവർ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായവർ കാണപ്പെടുവാന് ദൈവമേ ദിവസങ്ങളിൽ സഹായിക്കണമേ. കൃപയിൽ പൊതിയണമേ. മാനവമഹത്വം എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞുങ്ങളൊക്കെയും വളരെ ആക്റ്റീവായിട്ട് പ്രോഗ്രാമുകൾ ചെയ്തു. അവർക്ക് എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരും കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രോഗ്രാമുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്. തുടർന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ബൈബിൾ ക്വിസ് ആണ്. പ്രിയ മകൻ അലക്സ് ബെന്നി അത് ചെയ്യും. അതിനായി അങ്ങനെ ക്ഷണിക്കുന്നു. സ്തോത്രം. മോനെ, എനിക്ക് കേൾക്കത്തില്ല. ഞാൻ ബാക്കിയുള്ളവരോട് ചോദിച്ചു നോക്കട്ടെ. കേൾക്കാമോ പറയുന്നത്? കൈയൊന്ന് ഉയർത്തിയാൽ. കേൾക്കത്തില്ല. കേൾക്കുന്നില്ല പാസ്റ്ററെ. അതെ 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 കേൾക്കുന്നില്ല പാസ്റ്റർ അങ്കിൾ. ഓക്കെ മോനെ, ഓഡിയോ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ സമയം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് ചെല്ലുമ്പം ചെയ്യാൻ പറ്റുമോ? അലക്സിന് ഞാൻ പറയുന്ന കേൾക്കാമോ? ഓക്കെ. അപ്പോൾ അതിന്റെ ക്രമീകരണം ഒന്ന് ചെയ്താട്ട് അടുത്ത പ്രോഗ്രാം ഇപ്പോൾ നമുക്കൊന്ന് ചെയ്തതിന് ശേഷം അതിന്റെ ക്രമീകരണം അവിടെ ചെയ്യുന്നതായിരിക്കും. ബൈബിൾ ഇൻഡെക്സ് ബൈ ആസഫ് ജോൺസൺ.
Praise Lord. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, First Samuel, Second Samuel, First Kings, Second King, First Chronicles, Esther, Nehemiah, Esther, Job, and Proverbs, Ecclesiastic, Song of Solomon, Isaiah, Jeremiah, Lamentation, Ezekiel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi, New Testament, Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, John, 2 John, 3 Jude, Revelation. സ്തോത്രം. നല്ല രീതിയിൽ പ്രിയ മകൻ ബൈബിൾ ഇൻഡെക്സ് പുസ്തകങ്ങളുടെ പേരുകൾ ക്രമമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് പറഞ്ഞു. പ്രിയ അസഫിനെ ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പ്രിയ അലക്സ് ബെന്നി, മോനെ കേൾക്കാൻ കഴിയുമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. മോനെ കേൾക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യത്തക്ക രീതിയിൽ ചെയ്യാമെങ്കിൽ കാണാൻ പറ്റും. പ്രിയ മകൻ നമ്മുടെ മതത്തിൽ പ്രോഗ്രാമായിട്ട് കടന്നു വരും. ഇപ്പോൾ പ്രിയ മകൾ സ്റ്റെഫി ഒരു പാട്ട് പാടുന്നതായിരിക്കും. സ്തോത്രം. അങ്ങേക്കാ വേറെ യേശുവേ, നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയോനെ, ജീവനുളവിടമായോനെ, ഞാനോ നിത്യം ജീവി
സ്നേഹിക്കില്ല ഞാൻ യേശുവേ. താങ്ക് യു. സ്തോത്രം. വളരെ ശ്രുതിമധുരമായ ഗാനം പ്രിയമകൾ പാടി. പ്രിയമകളെ കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പ്രിയ സ്റ്റെഫി, വീണ്ടും ദൈവനാമ മുഖത്തിന് വേണ്ടി പാടുന്ന ഒരു പൈതലായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ചില പ്രോഗ്രാമുകളോട് നമ്മുടെ മധ്യത്തിലുണ്ട്. അലക്സിനെ കേൾക്കാമോ മോനെ? മൈക്ക് ഓൺ ചെയ്താട്ടെ. കേൾക്കാം പാസ്റ്റർ, ഇപ്പം കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അടുത്ത മോൻ പ്രോഗ്രാം ചെയ്താട്ടെ. ഈ പ്രോഗ്രാമിന് ശേഷം പ്രിയ മകൾ അബിഗെയിലിന്റെ പ്രോഗ്രാമാണ്. അത് മകൾ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഇന്നൊരു ക്വിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. സീനിയർ സ്റ്റുഡൻസ് എൻ്റെ പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ ചാറ്റിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇച്ചിരി സമയം കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ആരും ടെക്സ്റ്റ് ചെയ്യില്ലേ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A brother and a sister. കേൾക്കാമോ? കേൾക്കാലോ? Okay. A brother and a sister had leprosy and they were healed. Who are they? A brother and a sister had leprosy and they were healed. Who are they? Aaron and Miriam. ആൻസർ ചാറ്റ് ചെയ്യാനാ പറഞ്ഞത്. ചെയ്യാവുന്നതാണ്. മെസ്സേജ് എവരി വൺ കൊടുക്കരുത്. എനിക്ക് ഞാൻ നോക്കട്ടെ ഈ മെസ്സേജിന്റെ ഓപ്ഷൻ മോനെ എങ്ങനെയാന്ന് കിടക്കുന്നതെന്ന്. എവരിവണിലില്ല മെസ്സേജ് അയച്ചിട്ട് പേഴ്സണലിലാണ് ചാറ്റ് ചെയ്യേണ്ടത്. അലക്സിന് മെസ്സേജ് അയക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എവരി വൺ പബ്ലിക്കലി ആൻഡ് പ്രൈവറ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അലക്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചാറ്റ് ബോക്സിലേക്ക് ചെയ്താണ്. So the answer is Moses and Aaron. ഒത്തിരി പേര് കറക്റ്റ് ആയിട്ട് ആൻസർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ടൈം എല്ലാവരും പേഴ്സണലി ചാറ്റ് അയക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ മദർ ഓഫ് മോസസ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. Who was the mother of Moses? Mother of Moses. Okay. ആരും ഗൂഗിൾ ചെയ്യല്ലേ. Okay, so the next question is, the answer is Jochebed. So the next question is, in which valley did the Israelites kill Achan? In which valley did the Israelites kill Achan? Alex, question മനസ്സിലായില്ല. In which valley did the Israelites kill Achan? ACHAN. ആഖാനെ ഏത് താഴ്വരയിൽ വച്ചാണ് കൊന്നത്?
ഇസ്രായേൽ മക്കൾ ആഖാനിനെ ഏത് താഴ്വരയിൽ വച്ചാണ് കൊന്നത്? So no one has sent the answer. ആരും ആൻസർ അയച്ചിട്ടില്ല. The answer is Akhor Talwara. ACHOR is the answer. Akhor Talwara. Next question is, what is the tribe of Samson? ഒത്തിരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. What is the tribe of Samson? Question clear അല്ലല്ലോ മോനെ. Question clear അല്ല. What is the tribe? What is the tribe of Samson? Tribe of Samson. Okay. The correct answer is Dan. Dan Gotram. The next question, which church was described as neither hot nor cold? ഉഷ്ണവാനുമില്ല ശീതവാനുമില്ല. ഇതേത് സഭേനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? Question clear ആണ് വിശ്വസിക്കുന്നു. Which church was described as neither hot nor cold? Revelation in the question ആണ്. Okay. Okay. The correct answer is Laodicea Sabha. The next question is, the Bible verse. The Bible verse where India is mentioned, the country named India is mentioned. Verse പറയണം. Chapter and the verse. രണ്ട് സ്ഥലങ്ങളിലാണ് ഇന്ത്യനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. You have to tell the verse with the verse. Okay, if not verse, then book is also okay. Okay, so the answer is ബൈബിൾ ക്വിസ് വന്നപ്പോഴത്തേക്ക് പലരുടെയും ക്യാമറ ഓഫ് ആയല്ലോ, എന്ത് പറ്റി? ക്യാമറ എല്ലാവരും ഓൺ ചെയ്തിരിക്കണം. Okay, so the answer is Esther 1 verse 1 and Esther 8 verse 9. Esther 1 verse 1 and Esther 8 verse 9. ഞാൻ മാർക്ക് സ്കോർ ഇത് ചെയ്യിക്കാം. Okay, so the next question is, who were the sons of Eli? Who were the sons of Eli? ഏലിയുടെ പുത്രന്മാർ ആരൊക്കെ? Who were the sons of Eli?
don't guess answers. I'm getting different sort of answers. Okay, so the answer is Hophni and Phinehas. Only one answer is given, so I will only award half marks for that answer. The two answers are Phinehas and Hophni. So next question is, to whom was the book of Acts addressed? To whom was the book of Acts addressed? Question, please. To whom was the book of Acts addressed? ആർക്കാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അഭിസംബോധന ചെയ്തത്? It's addressed to someone. Okay. Okay, so the answer is Theophilus. The next question is, what was the age difference between Aaron and Moses? What was the age difference between Aaron and Moses? What was the age difference between Aaron and Moses? Age difference is asked, not the age. Okay, so the answer is 3 years. The last question is, how many years did Israelites eat manna? How many years did Israelites eat manna? How many years did Israelites eat manna? Okay, so the answer is 40. The answer is 40. 40 years. Okay. Okay, so it would take some time for me to just write down the scores. I will tell the scores after one more year. Sorry for the inconvenience. I would tell the scores now in just 2 minutes. I will. Just 2 minutes. Okay, Mane. തീർച്ചയായിട്ടും ഓക്കെ ദൈവം സഹായിക്കട്ടെ. നല്ല ബൈബിൾ ക്വിസ് ആയിരുന്നു. നമ്മുടെ സൂം മീറ്റിംഗിലെ ബൈബിൾ ക്വിസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തിയതിനായ വ്യത്യസ്തമായിട്ട് ഈ മീറ്റിംഗിൽ നടത്തുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. അലക്സിന്റെ ദൈവം സഹായിക്കുമാറാകട്ടെ. സ്കോർ പിന്നീട് അല്പസമയം ഒന്ന് എടുത്തതിന് ശേഷം പ്രിയ മകൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ റെസൈറ്റേഷൻ അബിഗെയിൽ ടോഷ്. Psalms 150. Praise the Lord, praise God in His sanctuary, praise Him in His mighty firmament, praise Him for His mighty acts, praise Him for His acts, praise Him according to His excellent greatness, praise Him with the sound of trumpet, praise Him with the lute and harp, praise Him with the cymbal and dance, praise Him with the string instruments and flutes.
let everything has breath. Praise with the loud cymbals, praise him with the clashing cymbals. Let everything has breath, praise the Lord, praise the Lord. Psalms 150. സ്തോത്രം. തുടർന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ ഒരു ചെറിയ സന്ദേശം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് കേൾക്കുവാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിംഗിൽ നമുക്ക് വചന സന്ദേശം നൽകുന്നത് കർത്താദാസൻ പ്രിയ സഹപാസ്റ്റാണ്. കർത്താവിന്റെ ദാസൻ നമുക്ക് ഇന്ന് വൈകിട്ടത്തെ ഈ സന്ദേശം തരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ചർച്ചിലെ 2 സൺഡേ സ്കൂളിലെ ആക്റ്റീവ് ഒരു ടീച്ചറിന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റിന്റെയും പിതാവ് കൂടെയാണ് കർത്താവിന്റെ ദാസൻ. പ്രിയ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിന് വളരെ അനുഗ്രഹമാണ്. അവരെ നമ്മുടെ ലോക്കൽ ചർച്ചിന് ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ മീറ്റിംഗ് അല്പം മുമ്പോട്ട് പോയിട്ടുള്ളത് കൊണ്ട് ഒരു 10 മിനിറ്റ് സമയം കർത്താവിന്റെ ദാസൻ വളരെ വേഗത്തിൽ നമുക്ക് സന്ദേശം നൽകും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു നല്ലൊരു അവസരം ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിന്റെ ഈ എല്ലാ ആഴ്ച നടക്കുന്ന ഈ മീറ്റിംഗ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അടിയങ്ങളുടെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഇതിൽ പങ്കെടുക്കുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വാത്സല്യ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകാൽ ദൈവദാസനും കുടുംബത്തിനും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നാം ഒരുമിച്ച് ഈ കൂടിവരവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ നീട്ടിത്തന്ന ആയുസ്സും ആരോഗ്യം നൽകി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകവ്യാപകമായ അനേക കുടുംബങ്ങളില് ഇന്ന് ഈ രാത്രിയിലെ ഈ സന്ധ്യാസമയത്ത് ദുഃഖവും മുറവിളിയുമായിരിക്കുമ്പോൾ കർത്താവ് നമ്മൾക്കുള്ളവരെയും ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ കൃപയ്ക്കായി പ്രാരംഭത്തിൽ തന്നെ നന്ദി പറയുകയാണ്. സ്തോത്രം, സ്തോത്രം. നമുക്ക് മുൻപിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 13-14. അതിങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ 1-2 കാര്യങ്ങൾ വാത്സല്യ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും നാം ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് തനിക്ക് ക്രിസ്തു യേശുവിൽ നിന്ന് ലഭിച്ച ചില അറിവുകളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ല, അപ്പോസ്തലനായ പത്രോസിന് മാത്രമല്ല, ഓരോ ദൈവ പൈതലും ഓരോ വിശ്വാസ കുടുംബവും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകൾ. സ്തോത്രം. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ അത് ഓർമ്മിപ്പിച്ച് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ വാക്യത്തിൽ 13-14 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് ഒരു 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേഗം ഒന്ന് ഓടിച്ച് ചിന്തിച്ച് നമുക്ക് ദിവസത്തിൽ താണിരിക്കാം. ഒന്ന്, ഈ ശരീരം ഒരു കൂടാരമാണ്. സ്തോത്രം. സൺഡേ സ്കൂൾ മീറ്റിംഗ് ആണ്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യ ഉണ്ട്. സ്തോത്രം. ഈ കൂടാരത്തെ കുറിച്ചും എല്ലാം സംസാരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദേവദാസൻ എന്നോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പനേരം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ ആ സ്ഥലത്ത് പോയി ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ, ദൈവമേ, ഈ സന്ധ്യയിൽ എന്ത് ഞാൻ ദൈവമക്കൾക്ക് ഒരു മെസ്സേജ് നൽകണമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ദൈവമക്കളുമായി സംസാരിക്കുന്നത്. പ്രായം ആയവർക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളും നമ്മുടെ കുഞ്ഞുങ്ങളും ഈ വിഷയം നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായിരിക്കാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു ചെല്ലട്ടെ. ഈ ശരീരം ഒരു കൂടാരമാണ് എന്നുള്ളതാണ് ആരംഭ വിഷയം. രണ്ടാമത്, ഇത് ഒരു ദിവസം പൊളിഞ്ഞു പോകുവാനുള്ളതാണ്. സ്തോത്രം. ഇത് ഒരു ദിവസം പൊളിക്കുവാനുള്ളതാണ്. മൂന്നാമത്, ഈ കൂടാരത്തിൽ നാം വസിക്കുമ്പോൾ മാത്രമേ നമ്മെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഒന്ന്, നമ്മുടെ ശരീരം ഒരു കൂടാരമാണ്.
2, ഈ കൂടാരം ഒരു നാൾ അഴിഞ്ഞു പോവേണ്ടതാണ്, പൊളിഞ്ഞു പോവേണ്ടതാണ്. മൂന്നാമത് പ്രത്യുത, ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, ഈ കൂടാരത്തിൽ നാം വസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേല നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. എന്തിനാണിത് ഓർമ്മിപ്പിക്കുന്നത്? സ്തോത്രം. ചില കാര്യങ്ങൾ മറന്നു പോയത് കൊണ്ട് ഓർമ്മിപ്പിക്കാം, ചില കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുവാൻ ഓർമ്മിപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇവിടെ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. മറന്നു പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറന്നു പോവാതെ ഇരിക്കുവാൻ കൊണ്ടായിരിക്കാം. ഈ വചനത്തിന്റെ പ്രാരംഭത്തിൽ കാണുന്ന ഈ കൂടാരം എന്നുള്ള വാക്കിനെ തന്നെ, ഈ കൂടാരം എന്ന വാക്ക് താൽക്കാലികം, ടെമ്പററി എന്നുള്ള ഒരു ആശയമാണ് നമ്മളോട് പറയുന്നത്. താൽക്കാലികമാണ് ഈ കൂടാരം. മാത്രമല്ല, ശരീരം എന്ന കൂടാരത്തെക്കാൾ ഒരു വലിയവൻ താമസിക്കുന്നുണ്ട് പറയുന്നത് മക്കളെ. സ്തോത്രം. ആ വലിയവൻ മറ്റാരുമല്ല, നാം ഓരോരുത്തരുമാണ്. സ്തോത്രം. അബിഗേൽ എന്നുള്ള ഒരു വ്യക്തി, അബിഗേലിന്റെ ഒരു കൂടാരത്തിൽ, ജോബി പാസ്റ്റർ എന്നുള്ള ആ ഒരു വ്യക്തി, ജോബി പാസ്റ്റർ എന്ന കൂടാരത്തിൽ, സാബു ബ്രദർ എന്ന് പറയുന്ന ഒരു വ്യക്തി, സാബു ബ്രദറിന്റെ ആ കൂടാരത്തിൽ വസിക്കുന്നുണ്ട്. അത് കൂടാരത്തെക്കാൾ വലിയതാണ്. സ്തോത്രം. ആ വലിയേറിയ വ്യക്തിയാണ് നാം ഓരോരുത്തരും. പല പേരുകൾ അറിയപ്പെടുന്ന നാം ഓരോരുത്തരും താൽക്കാലികമായി താമസിക്കുന്ന കൂടാരം മാത്രമാണ് ഈ ശരീരം എന്നുള്ള നഗ്ന സത്യം ഇന്ന് ഈ സന്ധ്യയിൽ നമ്മൾ അറിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാളെ പൊളിഞ്ഞു പോകുവാനുള്ള, നാളെ പൊളിക്കുവാനുള്ള ആ ഒരു താൽക്കാലിക കൂടാരത്തിലാണ് നാം വസിക്കുന്നതെന്ന് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. കൂടാരമാണെങ്കിൽ അത് പൂർണ്ണമായും ശാശ്വതമല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ആരും സ്ഥിരമായൊരു താമസത്തിന് കൂടാരം നിർമ്മിക്കാറില്ല. സ്തോത്രം. കൂടാരം നിർമ്മിക്കുന്നത് താൽക്കാലിക ഒരു ആവശ്യത്തിനാണ്. സ്ഥിര താമസത്തിന് വേണ്ടി ആരും കൂടാരം നിർമ്മിക്കാറില്ല. സ്തോത്രം. ആ ഒരു സത്യം, ആ ഒരു യഥാർത്ഥം, ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ ഈ കൂടാരത്തിന് പെയിന്റ് അടിക്കുന്നത് നമ്മൾ നിശ്ചയമായും നിർത്തും. ഇന്ന് ഈ ലോകവ്യാപകമായി നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യരാശിയെ തന്നെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഭേദമില്ലാതെ നാം ഈ കൂടാരത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ഥിരമായ ഈ കൂടാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അല്പകാലം പിടിച്ചു നിൽക്കാൻ ഒതുങ്ങുന്ന ചില പരിപാലനം, മെയിൻ്റനൻസ് മാത്രമേ കൂടാരത്തിന് ആവശ്യമായി വരുന്നുള്ളൂ സത്യത്തില്. സ്തോത്രം. വലിയ കെട്ടിടം പണിയാൻ തുടങ്ങുമ്പോൾ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, അതിനോട് ചേർന്ന് നാം ഒരു ഷെഡ് പണിയാറുണ്ട്. സ്തോത്രം. അതിനോട് ചേർന്ന് ഒരു ഷെഡ്. ഹല്ലേലൂയ. ഈ ഷെഡിന്റെ ഉദ്ദേശം ആ വലിയ ബിൽഡിംഗ്, ആ വലിയ കെട്ടിടം പടുത്തുയർത്തുവാൻ ആവശ്യമായ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, ആ കെട്ടിടത്തിന് ആവശ്യമായ സിമെന്റും കമ്പികളും മറ്റ് ഇതര വസ്തുക്കളും സൂക്ഷിക്കുവാനുള്ള ഒരു ഷെഡ് മാത്രമാണത്. സ്തോത്രം. ആരും ഒരു കാലത്തും ഹല്ലേലൂയ ഷെഡിനെ ആ കെട്ടിടത്തെക്കാൾ വലുതായി പണിയാറില്ല. സ്തോത്രം. പണിയാൻ പോകുന്ന കെട്ടിടത്തിന്റെ മറ്റ് സാധനങ്ങൾ സൂക്ഷിക്കുവാനാണ് നമ്മൾ ഷെഡ് പണിയുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ പണിയാൻ പോകുന്ന കെട്ടിടത്തിന്റെ പ്രോജക്റ്റ്, പണിയാൻ പോകുന്ന കെട്ടിടത്തിന്റെ മൂല്യത, പണിയാൻ പോകുന്ന കെട്ടിടത്തിന്റെ വലുപ്പം അനുസരിച്ച് ആ ഷെഡിനും ചിലപ്പോൾ വലുപ്പ വ്യത്യാസങ്ങൾ, ചെറുപ്പ വലുപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഇടയാറുണ്ട്. ചിലപ്പോൾ കുറച്ച് സ്ഥിരമായി കുറച്ച് കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ആ ഷെഡ് നമ്മൾ പണിയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കെട്ടിടത്തിന് വേണ്ടിയാണ് ഷെഡ്. ഷെഡിന് വേണ്ടി ഒരു നാളും കെട്ടിടം പണിയാറില്ല. സ്തോത്രം. കെട്ടിടത്തിന് വേണ്ടിയാണ് ഷെഡ്. ഷെഡിന് വേണ്ടി ഒരു നാളും ഷെഡ് പണിയുന്നില്ല. സ്തോത്രം. ഈ കൂടാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തം എന്ന പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ കർത്താവിനെ വേല ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പലതും പ്രവർത്തിപ്പാൻ തന്നിരിക്കുന്ന വിലപ്പെട്ട ശ്രേഷ്ഠമായ ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ശിശു കർത്താവിനെ ഓർത്തുകൊള്ളുവിൻ. ശരീരത്തില് ബലവും ശക്തിയും ഉള്ളപ്പോൾ, ആഗ്രഹമുള്ളപ്പോൾ, ഓടുവാൻ ബലമുള്ളപ്പോൾ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേലയിൽ ഒരു തോൾ താങ്ങിയാൽ, ഒരു കൈത്താങ്ങൽ നൽകിയാൽ അത് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉതകുന്നതായി തീരും. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വിഷയം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഹൃദയത്തിൽ ആണിയടിച്ചു പതിയുമാറാവട്ടെ. സ്തോത്രം. ഈ ശരീരമാകുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം പൊളിയുവാനുള്ളതാണ്, അഴിഞ്ഞു പോകുവാനുള്ളതാണ്. സ്തോത്രം.
നിലനിൽക്കുന്നത് ഒന്നുണ്ട് പ്രിയ മക്കളെ. സ്തോത്രം. 70 ഏറെയായാൽ 80. സ്തോത്രം. ഈ ചുരുങ്ങിയ ഇടവേളയ്ക്കിടയിൽ അനേക രോഗങ്ങള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങൾ ഏറെയുണ്ട്. അതിനിടയിലും ദൈവനാമത്തെ ആർക്ക് ഉയർത്തുവാൻ സാധിക്കുമോ? സ്തോത്രം. അവരെ നിത്യതയോളം കൊണ്ടെത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവവചനം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമെന്നതിന് രണ്ടു പക്ഷമില്ല പ്രിയ മക്കളെ. സ്തോത്രം. അത് നഗ്ന സത്യമാണ്. പ്രതികൂലത്തിന്റെ ഇടയിലും പ്രശ്നങ്ങൾക്ക് മധ്യയിലും ദുഃഖത്തിലും നിരാശയിലും രോഗത്തിലും ദൈവനാമത്തെ ഉയർത്തുമ്പോൾ നിന്നെ നിത്യതയോളം ഞാൻ കൈപിടിച്ച് നടത്താമെന്ന ആ ദൈവ വാഗ്ദത്തത്തിന് രണ്ടു പക്ഷമില്ല. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അപ്പോൾ ചുരുങ്ങിയ ആയുസ്സുള്ള ജീവിതത്തിൽ കൂടാരവാസത്തിൽ നാം പെയിന്റ് അടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണോ? എത്ര പെയിന്റ് അടിച്ചാലും എത്ര മെയിൻറ്റെയിൻ ചെയ്താലും ഇത് ഒരു ദിവസം പൊളിഞ്ഞു പോകുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, കൂടാരമായ ഭവനം, ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യ നഗരം നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. നാം ഓരോരുത്തരും അതിനായിട്ടാണ് വാഞ്ചിക്കേണ്ടത്, അതിനായിട്ടാണ് നാം ഒരുങ്ങേണ്ടത്. പാട്ടുകാരൻ പാടിയതുപോലെ സ്തോത്രം, കൊട്ടാരമായാലും ഒരു നാൾ വിട്ടേ മതിയാകുകയുള്ളൂ. സ്തോത്രം. കൊട്ടാരമാണെങ്കിലും ഒരു നാൾ വിട്ടു പോകുവാൻ തന്നെ സാധിക്കും. അതുകൊണ്ട് ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ കൃപയ്ക്കൊത്തവണ്ണം വിവിധമാകുന്ന നിലകളിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി സ്തോത്രം നമ്മൾക്ക് ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇയ്യോബ് പറഞ്ഞ പ്രകാരം ഈ ശരീരം നശിച്ചാലും, ഹല്ലേലൂയ, ഈ ശരീരം നശിച്ചാലും അത് മണ്ണോട് മണ്ണായി ചേർന്നാലും ഇയ്യോബിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ മണവാളനെ മുഖാമുഖം കാണും. സ്തോത്രം. ഞാൻ എൻ്റെ അരുമനാഥനെ മുഖാമുഖം കാണും. സ്തോത്രം. ആ ഒരു പ്രത്യാശ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നാം ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് അധികമായി വർദ്ധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും പ്രത്യേകാൽ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. സമയം അനുവദിച്ചു തന്ന ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രൈസ് ലോർഡ്. വളരെ നല്ലൊരു സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദാസൻ നൽകി. പേരൻസിന് കടന്നു വന്നവർക്കെല്ലാം അത് അനുഗ്രഹമായിരുന്നു. നമ്മളൊരു ചെറിയ കഥയൊക്കെയാണ് ഈ ഭൂമിയിലുള്ളത്. അത് തന്നെ ഒരു വലിയ സന്ദേശമാണ്. ചെറിയ കലയെ കൊണ്ട് ഒരു യാത്രയിൽ നമ്മുടെ ശരീരം ഒരു ചെറിയ ടെന്റ് ആണെന്നും അത് കുറച്ചു കാലത്തേക്കുള്ള ശേഷം നമുക്ക് നിത്യമായ അനുഭവത്തിലേക്ക് നാം പോകുമെന്നുള്ള ആഴമായ സത്യം കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയ മകൾ അബിഗയില് വാക്യം പറഞ്ഞതിന് ഞാന് മകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പെട്ടെന്ന് മെസ്സേജ് വന്നുകൊണ്ട് വിട്ടുപോയി. റിയലി പ്രിയ മകൾ നന്നായിട്ട് ബൈബിൾ വാക്യം പഠിച്ചു, പറഞ്ഞു. പ്രിയ മകളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇപ്പോഴ് പ്രിയ മകൻ അലക്സ് മുമ്പേ പറഞ്ഞ ബൈബിൾ ക്യൂസിന്റെ റിസൾട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും പേഴ്സണലായിട്ട് അയച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. No, Pastor, I can പറയാം. Scores I can tell you. Am I audible, Pastor? Pastor, am I audible? Yes. Okay, so scores for the Bible quiz are Jeffrey 5, Tendo 8 points, Davis 5.5 points, Steffi 1 point, Sindhu Steffi 3 points, Abhishek 4 points, Dorothy 3 points, Jairus 1 point, and Quiz Master 1 point. First place goes to Pendo with 8 marks. Second place goes to Davis with 5.5 points, and third place goes to Jeffrey with 5 points. So thank you. Very good. എല്ലാവരെയും പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് ലഭിച്ചവർക്കായിട്ടും കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ മീറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്കാൾ അല്പം മുമ്പോട്ട് പോകുന്നുണ്ട് എങ്കിലും വിലപിടിപ്പുള്ള സമയമാണ്. ആരും ഇത് ഒരു ബോറിംഗ് ആയിട്ട് തോന്നാറില്ല. നമ്മള്
ഇനിയും ചില വിഷയങ്ങൾക്കായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞാണ് ആയുഷ്. മാതുസ്ഥാൻ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ആയുഷിന് ദൈവം പൂർണ്ണമായ സൗഖ്യം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലെ പ്രിയപ്പെട്ട ചില ആന്റിമാർക്കും അങ്കിൾമാർക്കും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റിജോയ്സിനെ സ്തോത്രം. മറിയാമ്മേന്റെ എന്തെങ്കിലും പറയാൻ വരുവാണോ? അതെ, ഞാന് ബുധനാഴ്ച ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. 5 മാസത്തേക്ക് വന്നതാണ്. ഇപ്പൊ 7 മാസം കഴിഞ്ഞു. ഈ മാസം പോയിരിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. തടസ്സങ്ങളൊന്നും കൂടാതെ ഞാൻ വന്നതുപോലെ തന്നെ വീട്ടിലെത്തിച്ചേരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആന്റി അത് പറഞ്ഞു. എങ്കിലും ഞാൻ ആ വിഷയത്തെ ഓർത്ത് പറയാൻ വരികയായിരുന്നു. താങ്ക് യു ആന്റി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതുസ്ഥാനി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞ റിജോയ്സിന്റെ വിഷയം ഈ ഡ്യൂ ഡേറ്റ് ഈ ആഴ്ച ദിവസങ്ങളിലാണ്. നമുക്ക് ആ പ്രിയ റിജോയ്സിനായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്റ്റീനയും ശരീരത്തിൽ ബലഹീനയായിരിക്കുന്നു. പ്രിയ ക്രിസ്റ്റീനയ്ക്കായിട്ടും പ്രാർത്ഥിക്കാം. മറിയാമ്മ ആന്റി ഓർപ്പിച്ചതുപോലെ മറിയാമ്മ ആന്റി കഴിഞ്ഞ 7 മാസമായിട്ട് UK ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ ഒരു രോഗാണുവും തന്റെ ദാസിയെ തൊടാതെ വണ്ണം കർത്താവിന്റെ കാവലിൽ കർത്താവ് തന്റെ ദാസിയെ പരിപാലിക്കുവാൻ കോയമ്പത്തൂരിൽ നിന്നാണ് കടന്നുപോയത്. മടങ്ങിപ്പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. തന്റെ ദാസിയുടെ യാത്ര വളരെ അനുഗ്രഹമായി തീരുവാൻ അപ്പോൾ തന്നെ ഷീസിന്റെ സൗഖ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം വലിയ സൗഖ്യം നൽകി. ദൈവം തന്റെ ദാസിയെ പൂർണ്ണമായി ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കുര്യാക്കോസങ്ങളിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം പരിപൂർണമായ വിടുതൽ തന്റെ ദാസൻ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിണത്തിക്കടവിലെ റിജോയുടെ വിവാഹം വരുന്ന മാസം 9-ാം തീയതി നടക്കുന്നു. അതിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആന്റിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടിൽ ദൈവം വലിയ വിടുതൽ നൽകി. ഞാൻ ചിന്തിക്കുന്നു ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ മാതുസ്ഥാനെ കഴിയും. അല്ലെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാം. ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായിരിക്കുന്ന കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചില ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് ഒരുമിച്ച് ആരാധന നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങും. അപ്പോൾ പ്രായമുള്ളവർക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. അതൊരു വലിയ പ്രയാസമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തുടർന്നുള്ള എല്ലാ ആത്മീക ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി തീരുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ സാബു പാസ്റ്ററേമോ പ്രാർത്ഥിക്കാം. നാളത്തെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിനായിട്ടും നാളത്തെ ആരാധനയ്ക്കായും പ്രാർത്ഥിക്കാം. സഭയെ മുഴുവനുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നത്. ദൈവമായ കർത്താവേ, പിതാവേ, അങ്ങയുടെ സന്നിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല താലന്തുകൾക്കായിട്ടും കർത്താവെ അവരെ നീ ഉപയോഗിക്കുന്ന വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതൽ കർത്താവെ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ മുതൽ കർത്താവെ അവസാന നിമിഷം വരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകളിൽ വ്യാപരിച്ചതിനായിട്ട് സ്തോത്രം. പാട്ടുപാടിയ കുഞ്ഞുങ്ങൾക്കായിട്ട് വചനം കർത്താവ് സങ്കീർത്തന പ്രബോധനം നടത്തിയ കുഞ്ഞുങ്ങള് കർത്താവെ ദൈവവചനം സംസാരിച്ച ദാസനായിട്ട് സ്തോത്രം. കർത്താവെ അതുപോലെ തന്നെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ വിവിധ പ്രോഗ്രാമുകൾ ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവെ അവരൊക്കെ കർത്താവെ ഇന്ന് ഇങ്ങനെ ഇപ്രകാരമുള്ള പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ കർത്താവെ നാളത്തെ ദിവസത്തിൽ കർത്താവെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ദൈവസഭയ്ക്കും ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഒക്കെ അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന വലിയ കർത്താവെ മിഷണറി വീരന്മാരായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസനിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അവർക്ക് എവിടെയൊക്കെ അവരെ ആയിരുന്നാലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ശത്രുവിന്റെ യാതൊരു പീഡകള് കർത്താവെ കൊറോണയുടെയോ മറ്റു രോഗങ്ങളോ ഒന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുടെ ടീച്ചേഴ്സിനോ ഒന്നും വരാതെ ദൈവം സഹായിപ്പാൻ ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പകൽക്കാലം കർത്താവെ ഞങ്ങളോട് ഇതുവരെയും കൂടെ ഇരുന്നു. ഈ വൈകിയ സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ദൈവീയ സാന്നിധ്യം നൽകിയല്ലോ. ലീഡ് ചെയ്യുവാൻ എന്റെ ദാസനെ നീ കുടുംബവുമായി സഹായിച്ചല്ലോ. കർത്താവെ ഞങ്ങൾക്കൊന്നിച്ച് തന്ന കർത്താവെ പല സാധ്യതകളും അടഞ്ഞിരിക്കുമ്പോൾ വല്ലഭൻ പുതുവഴി തുറന്ന് കർത്താവ് ഇപ്രകാരമുള്ള മീറ്റിങ്ങുകളൊക്കെ ചെയ്ത്
ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾ കർത്താവെ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ നാളത്തെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലും കർത്താവിന്റെ സാന്നിധ്യം നൽകണമേ. കർത്താവെ നാളത്തെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കണമേ. കർത്താവെ ടീച്ചേഴ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പെരുവരായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അവര് കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ കർത്താവ് മറ്റെല്ലാ ശുശ്രൂഷകളെക്കാളിലും വലിയ ഉന്നതമായിട്ടുള്ള കർത്താവ് ഏറ്റവും മഹത്വരമായിട്ടുള്ള ശുശ്രൂഷയായിരിക്കും സ്തോത്രം. അതുകൊണ്ട് അത് ഏറ്റവും നന്നായി ചെയ്യുവാൻ തുടർന്നോളം നിന്റെ കർത്താവ് ടീച്ചേഴ്സിനെ സഹായിച്ചല്ലോ. പിന്നെ നിന്റെ മക്കളെ അനുഗ്രഹിക്കുക. ഈ വൈകുന്നേരത്തെ പ്രോഗ്രാമും അതൊക്കെ കർത്താവ് ചാർട്ട് ചെയ്യുവാനും കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുവാനും ഒക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഒക്കെ ഇടിയാക്കിയല്ലോ. അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണം. നിന്റെ ദാസനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആയുഷിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ വൈദ്യനെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ ആ സർജറിലൊക്കെ ദൈവ സാന്നിധ്യം കർത്താവ് നൽകി കർത്താവെ ആരോഗ്യത്തോടെ കർത്താവ് വൈദ്യനെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കർത്താവ് ദോഷമായിട്ടൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് വൈദ്യനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവ് ശിശുസിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് വിടുതലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ പൂർണ്ണ സൗഖ്യത്തോടെ അനേക കാലങ്ങൾ കർത്താവിന് വേണ്ടി ഓടുവാൻ തലമുറകൾക്ക് വേണ്ടിയിട്ട് കർത്താവെ ആയിരിക്കാൻ കർത്താവെ ദൈവനാമത്തിന് വേണ്ടി ആയിത്തീരുവാൻ അങ്ങനെ ദാസിയെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ക്ഷീണിതരായിരിക്കും ഞങ്ങളുടെ സഹോദരിമാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ രാജാന്റെ കർത്താവെ മകൾക്കായിട്ട് എന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഡ്യൂ ഡേറ്റ് ആയിരിക്കുമ്പോൾ കർത്താവെ നിന്റെ പൂർണ്ണമായിട്ടുള്ള കരം കൂടെ ഇരുന്ന് കർത്താവെ ഏറ്റവും പരിപൂർണ സുഖത്തോടെയുള്ള പ്രസവത്തെ നിന്റെ മകൾക്ക് നൽകുവാൻ ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ താമസാന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവ് ദാസിയെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവസാന്നിധ്യം നൽകിയല്ലോ. കർത്താവെ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തക്ക സമയത്ത് താവെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ താവെ ആ ഡെലിവറി ഒക്കെ നടക്കുവാനായിട്ട് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ. കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ മറിയാമേന്റി ബുധനാഴ്ച കർത്താവെ UK കടന്നു വരുന്നു. കർത്താവെ ആ ഫ്ലൈറ്റിന് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവ് ഒരു തടസ്സവും വരാതെ തക്ക സമയത്ത് അവിടുന്ന് കർത്താവെ കടന്നു വരുവാൻ കർത്താവെ രോഗത്തിന്റെ യാതൊരു കണിക പോലും നിന്റെ ദാസിയെ തൊടാതെ വേണം സ്വർഗത്തിലെ അപ്പച്ചന് കർത്താവ് വേലി കെട്ടുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യും. ഋജുവയുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഈ ദിവസങ്ങൾ അങ്ങ് ചെയ്ത് കർത്താവെ തക്കതാവുന്ന സമയത്ത് എന്റെ മകൻ കടന്നു വരികയും അതുപോലെ തന്നെ കർത്താവെ ക്വാറന്റൈനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ശേഷം കർത്താവ് വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ എല്ലാവർക്കും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കൂടെ കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ മമ്മിക്കായിട്ട് സ്തോത്രം ചെയ്ത് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. പൂർണ്ണ സൗഖ്യം ദൈവമായ കർത്താവെ കർത്താവ് അങ്ങ് നൽകണം. കർത്താവെ ദൈവത്തിന്റെ കരം കർത്താവെ കൂടെ വഴി നടത്തുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ എല്ലാ വിഷയങ്ങളെയും ദർശനത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കർത്താവെ ദൈവം പ്രത്യേകം സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ കരം എല്ലാവരോടും കൂടെ ഇരുന്ന് കർത്താവെ ഹല്ലേലൂയ ഈ ഒരു വലിയ കാലത്തെ കടന്നു പോകുവാൻ കർത്താവെ ക്ഷേമത്തോടെ കർത്താവെ തന്നെ അതിജീവിപ്പാൻ ഞങ്ങളുടെ സഭയിലുള്ളതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. തന്റെ ദാസനെ കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമേ. ഞങ്ങള് ഈ ഒരു കൊച്ചു കർത്താവെ കൂടാരത്തില് ആയിരിക്കുമ്പോൾ കർത്താവെ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ മറ്റെല്ലാത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പാസ്റ്ററായിട്ട് കുടുംബത്തിനായിട്ട് സ്തോത്രം. നിന്റെ മക്കളെ കുടുംബമായിട്ട് സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി പിന്നെയും സജീവമായിട്ട് കർത്താവിന് വേണ്ടി പ്രേരപ്പെടുവാൻ സഹായിക്കണം. കർത്താവ് എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ വരെയും കർത്താവിന്റെ സാന്നിധ്യം നൽകണം. കർത്താവിന്റെ ഈ രാത്രി കടന്നു വന്നാൽ നിന്നോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അനർത്ഥങ്ങളോ ആപത്തുകളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ കർത്താവെ ശത്രുവിന്റെ ഏതെങ്കിലും പ്രയാസങ്ങളോ കടന്നു വരാതെ ഞങ്ങളുടെയും ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുകുട്ടി ആബാലോടത്തെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇത്രത്തോളം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാത്തിലും കർത്താവെ അങ്ങേക്ക് മഹത്വം ഞങ്ങൾ കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും ആസ്വാദം നാം എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ മേലും സഭയാം കുടുംബത്തിന്റെ മേലും പ്രത്യേകിച്ച് വരുന്ന ദിവസങ്ങളിൽ UK നിന്ന് യാത്ര തിരിക്കുവാൻ പോകുന്ന ദാസികളുടെ മേലും
എല്ലാവരുടെ മേലും കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കട്ടെ ദൈവകുഞ്ഞാടിന് സന്തോഷമുള്ള ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തിയായിരിക്കുന്ന ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. God bless you all.